സദൃശ്യവാക്യങ്ങൾ അധ്യായം 23. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. നീ അധികാരിയുമൊത്ത് ഭക്ഷണത്തിനിരിക്കുമ്പോൾ നിന്റെ മുമ്പിൽ വിളമ്പിയിരിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുക. അത് നിന്റെ വായിൽ കത്തിവയ്ക്കുന്നത് പോലെയായിരിക്കും. ബുദ്ധിമാനായവൻ അവൻ്റെ ഭക്ഷണത്തെ കൊതിക്കുകയില്ല, എന്തെന്നാൽ അവൻ്റെ അപ്പം വ്യാജത്തിൻ്റെ അപ്പമാകുന്നു. സമ്പന്നനോട് വളരെ ഒന്നും എടുക്കരുത്, പ്രത്യുത ബുദ്ധിപൂർവം അവനിൽ നിന്ന് അകന്നു മാറി കൊള്ളുക. സമ്പത്തിന്മേൽ നിന്റെ കണ്ണു പതിയുമ്പോഴേക്കും അത് അപ്രത്യക്ഷമാകും. അത് കഴുകനെ പോലെ ചിറകു വച്ച് ആകാശത്തിലേക്ക് പറന്നു പോകും. അസൂയാലുവായ ഭോജനപ്രിയനോടുകൂടി നീ ആഹാരത്തിന് പോകുകയോ അവൻ്റെ ഭക്ഷണത്തിൽ നിന്നും നീ ആഗ്രഹിക്കുകയോ അരുത്. വിഴുങ്ങുന്നവനെ പോലെയാണ് നീ അവനോടുകൂടെ തിന്നു കുടിക്കുന്നത്. അവൻ്റെ മനസ്സിന് നിന്നോടടുപ്പമില്ല. നീ കഴിക്കുന്ന ഭക്ഷണം നീ ഛർദ്ദിച്ചു കളയും. നിന്റെ നല്ല വാക്കുകൾ നിഷ്പ്രയോജനമാകും. ഭോഷന്റെ മുമ്പിൽ നീ സംസാരിക്കരുത്, അവൻ നിന്റെ വാക്കുകൾ നിന്ദിക്കുകയേ ഉള്ളൂ. പണ്ട് മുതൽക്കുള്ള അതിരുകൾ നീ മാറ്റരുത്. അനാഥരുടെ വയലുകളിൽ കയറിപ്പറ്റുകയും അരുത്, എന്നാൽ അവരുടെ രക്ഷകൻ ബലവാനാകുന്നു. അവൻ അവർക്ക് നീതി പാലിക്കും. ശിക്ഷണത്തിനായി നിന്റെ ഹൃദയത്തെയും വിജ്ഞാന പ്രബോധന കേൾവിക്കായി നിന്റെ ചെവികളെയും ഉപയോഗിക്കുക. ബാലനെ ശിക്ഷിക്കുന്നതിന് വിഷമിക്കേണ്ട, അവനെ ഒന്നടിച്ചെന്ന് വച്ച് അവൻ മരിച്ചു പോകുകയില്ല. വടികൊണ്ട് നീ അവനെ ഒന്നടിച്ചാൽ അവനെ അതുമൂലം പാതാളത്തിൽ നിന്നും നീ രക്ഷിക്കുകയായിരിക്കും. ജ്ഞാനമുള്ളതായിരിക്കുമെങ്കിൽ നിന്റെ ഹൃദയവും സന്തോഷിക്കും. നിന്റെ അധരങ്ങൾ ശരിയായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എൻ്റെ അന്തരേന്ദ്രിയങ്ങൾ ആനന്ദിക്കും. നിന്റെ ഹൃദയം പാപികളെ നോക്കി അസൂയപ്പെടരുത്. പിന്നെയോ എന്നും എന്നും ദൈവശക്തിയിൽ വൈരാഗ്യമുള്ളവനായിരിക്കുക. നിശ്ചയമായും നല്ല അവസാനം നിനക്കുണ്ടാകും. നിന്റെ പ്രത്യാശ നശിച്ചു പോകയില്ല. എൻ്റെ മകനെ അനുസരിക്കുക, ജ്ഞാനിയായി തീരുക. എൻ്റെ ആലോചന നിന്റെ മനസ്സിന് നേരെ നടത്തട്ടെ. നീ വീഞ്ഞു കുടിച്ചു മദ്യമാത്തനാകരുത്. മാംസഭക്ഷണ കാര്യത്തിൽ ആവേശവും അരുത്, എന്തെന്നാൽ മദ്യത്തിനും ഭക്ഷണക്കാര്യത്തിൽ ആവേശമുള്ളവനും ക്ഷയിച്ചു പോകും. മത്ത് പിടിച്ചിറങ്ങുന്നവൻ കീറത്തുണി ധരിക്കേണ്ടി വരും. നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവിനെ നീ അനുസരിക്കണം. നിന്റെ അമ്മയുടെ വാർദ്ധക്യത്തിൽ അവളോട് നിന്ന കാണിക്കരുത്. സത്യം സമ്പാദിച്ചു വർദ്ധിപ്പിക്കുക. ജ്ഞാനവും വിവേകവും ശിക്ഷണവും വിറ്റ് കളയരുത്. നീതിമാന്റെ പിതാവ് സന്തോഷിച്ചാഹ്ലാദിക്കും. താൻ ജനിപ്പിച്ച വിജ്ഞാനിയിൽ അവൻ്റെ പിതാവ് ആനന്ദിക്കും. നിന്റെ പിതാവും മാതാവും നിന്നിൽ ആനന്ദിക്കട്ടെ. നിന്നെ പ്രസവിച്ചവൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ. എൻ്റെ മകനെ, നിന്റെ ഹൃദയവും നിന്റെ കണ്ണുകളും എനിക്കായി തരിക. അവ എൻ്റെ വഴികൾ പാലിക്കട്ടെ. വേശ്യ അഗാധമായ പടുകുഴിയാകുന്നു, പരസ്ത്രീ ഞെരുക്കങ്ങളുടെ കിണറുമാകുന്നു. അവൾ പെട്ടെന്ന് വിനാശം വരുത്തും. അനേകം ആളുകൾ തിന്മ വർദ്ധിപ്പിക്കുന്നു. ആർക്കാണ് ദുരിതം?
ആർക്കാണ് അതിവേദന? ആർക്കാണ് ശിക്ഷാവിധി? ആർക്കാണ് അനർത്ഥങ്ങൾ? ആർക്കാണ് അകാരണമായ മുറിവുകൾ? ആരുടെ കണ്ണുകളാണ് ചുവന്ന് കലങ്ങിയിരിക്കുന്നത്? ദീർഘമായി വീഞ്ഞു കുടിക്കുന്നവർക്കും മദ്യശാല എവിടെയാണ് എന്നന്വേഷിക്കുന്നവർക്കുമല്ലയോ? നീയോ വീഞ്ഞു കുടിച്ച് മത്തനാകരുത്. പിന്നെയോ പുണ്യമുള്ള മനുഷ്യരോട് നീ സംസാരിക്കുക. അവരുമൊത്ത് നീ നടന്ന് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക. ചഷകങ്ങളിൽ വീഞ്ഞു നുരച്ചു പൊങ്ങുന്നത് നീ നോക്കിക്കൊണ്ടിരിക്കരുത്. പിന്നെയോ പുണ്യത്തോടെ ചിന്തിക്കുക. എന്തെന്നാൽ അവസാനം മദ്യം പാമ്പിനെ പോലെയും ആണലിയെ പോലെയും കടിക്കും. എപ്പോൾ നീ പരസ്ത്രീയെ മോഹത്തോടെ നോക്കുമോ, അപ്പോൾ മുതൽ നിന്റെ ഹൃദയം വികടത്വം സംസാരിച്ചു കൊണ്ടിരിക്കും. നീ നടുക്കടലിൽ കഴിയുന്നവനെ പോലെയും കൊടുങ്കാറ്റിൽപ്പെട്ട മരുഭൂമിയെ പോലെയുമാകും. നീ പറയും, അവർ എന്നെ അടിച്ചു, എനിക്ക് വേദനിച്ചില്ല. അവരെന്നെ പരിഹസിച്ചു, ഞാൻ അറിഞ്ഞില്ല. ഞാൻ എപ്പോൾ ഉണരും? വീണ്ടും ഞാൻ അതന്വേഷിച്ചു പോകും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ